നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ എന്തൊരു പൊളിച്ചെടുക്കലാണോ തിലക് വർമ്മ നടത്തിയത്. കളിക്ക് ശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കളിച്ച ആദ്യത്തെ 10-20 പന്തുകൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ബോൾ ബൈ ബോൾ ആയിട്ടാണ് എടുത്തത്. പിന്നെ എൻ്റെ കപ്പാസിറ്റിയിൽ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. ടീമിന് എന്ത് വേണമോ അത് ചെയ്യാനാണ് ശ്രമിച്ചത് എന്ന് അവൻ പറയുന്നുണ്ട്. ശരിക്കും ആദ്യത്തെ 22 പന്തുകളിൽ നിന്ന് തിലക് എടുത്ത് എത്ര റൺസാണെന്നറിയോ? 19 റൺസ്. പിന്നെ 45 പന്തുകൾ പൂർത്തിയാകുമ്പോൾ അവൻ 101 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ ഫേസ് ചെയ്ത അവസാനത്തെ 23 പന്തുകളിൽ നിന്ന് 82 റൺസാണ് അവൻ അടിച്ചു കൂട്ടിയത്. വാവ് വാവ്. ആ പെർഫോമൻസിന് ശേഷം തിലക് വർമ്മ പറയുന്നു, ഓഫ് കോഴ്സ് എൻ്റെ IPL ആദ്യത്തെ സെഞ്ചുറി അത് എല്ലായ്പ്പോഴും വളരെ സ്പെഷ്യലായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രകടനം. ഞങ്ങൾക്ക് ഇനി ഈ IPL ഒരുപാട് സമയമൊന്നും അവശേഷിക്കുന്നില്ല. മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ. എല്ലാ ഗെയിമുകളും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനത്തെ 5 മത്സരങ്ങളിൽ എനിക്ക് അത്രയധികമൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. മിഡിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ഈ ഒരു ഗെയിമിൽ എനിക്ക് മിഡിലിൽ സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു. സോ നിങ്ങൾ കണ്ടില്ല ആദ്യത്തെ 20 പന്തുകൾ ഞാൻ എന്താ ചെയ്തതെന്ന്. ഐ വാസ് ജസ്റ്റ് ബാറ്റിംഗ് ബോൾ ബൈ ബോൾ. ആൻഡ് ദെൻ ലേറ്റർ ഓൺ ഐ ന്യൂ ദി എബിലിറ്റി ഐ ഹാവ്. എൻ്റെ കപ്പാസിറ്റി എന്താണ്, എൻ്റെ കഴിവ് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ആ സിറ്റുവേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി. ദെൻ ടീമിന് എന്താണ് വേണ്ടതെന്ന് നോക്കി അതനുസരിച്ച് ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. എൻ്റെ ബേസിക്സ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തത്. എനിക്ക് എല്ലാ ഫാൻസി ഷോട്ട്സും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ടീം പ്രഷറിലാവുമ്പോൾ നമ്മുടെ സ്കില്ലിനെ ബാക്ക് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഇറ്റ്സ് ഗിവൺ മീ ഗുഡ് റിസൾട്ട്സ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ നമാൻ്റെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമാൻ കളിച്ച ആ ഒരു പോസിറ്റീവ് ഇൻറ്റൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ക്രെഡിറ്റ് ഗോസ് ടു ഹിം എന്നുകൂടി തിലക് പറയുന്നുണ്ട്. ഏതായാലും തിലകിൻ്റെ ഈ മാസ്മരിക പ്രകടനമാണ് GTA ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കിയത്. ഒരു 150-ലോ 160-ലോ ഒക്കെ അവസാനിക്കുമായിരുന്ന മുംബൈയുടെ ഇന്നിങ്സിന് 199-ലേക്ക് കൊണ്ടുപോയി. ആ പിച്ചിൽ അത് ചേസ് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് പിന്നീട് GT തകരുന്നത് നമ്മൾ കണ്ടു. വമ്പൻ വിജയം മുംബൈ ഇന്ത്യൻസിന് നേടാനും പറ്റി. അവരുടെ നെഗറ്റീവായിരുന്ന നെറ്റ് റൺ റേറ്റ് പോസിറ്റീവ് ആക്കാനും പറ്റി. തീർച്ചയായിട്ടും എല്ലാ തരത്തിലും കയ്യടി അർഹിക്കുന്നു തിലക് വർമ്മ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.